ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് എക്സിബിഷന്. ഞാൻ വിചാരിച്ച എക്സിബിഷൻ ഒരു ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടൊരു എന്തെങ്കിലും കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഈ ഒരു ഡിക്ഷണറിയുടെ മോഡൽ ഒരു ഡിക്ഷണറി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാനിപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ A to K വരെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ ഡിക്ഷണറി. ഇതിനെ ഒരു ബുക്ക് പോലെ ആക്കണം. ഇതിൻ്റെ ഫ്രണ്ട് പേജൊക്കെ കൊടുത്തിട്ട് ABCDEFGH വരെ എഴുതിയിട്ടുള്ളൂ. ഇനി L to Z എഴുതണം. ടീച്ചർ പറഞ്ഞത് വെള്ളിയാഴ്ചയാണ്. ഞാൻ ശനിയും ഞായറും എടുത്തിട്ടാണ് ചെയ്തത്. നാളെ ഒരു ദിവസം കൊണ്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് ഇത് കൊടുക്കേണ്ടത്. നാളെയും കൂടി ഇരുന്നിട്ട് L to Z എഴുതിയിട്ട് ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ. ഞാനിപ്പം 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ചിട്ട് 2 വിഷയത്തിന് എക്സിബിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹിന്ദിക്കും പിന്നെ ഒന്ന് മാത്സിനുമായിട്ടാണ് കൊടുത്തിരുന്നത്. ഞാനിപ്പോൾ 6ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താവും, ഇതുവരെ കൊടുത്തിട്ടില്ല ഇംഗ്ലീഷിൻ്റെത്, അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഈ മാത്സും ബേസിക് സയൻസ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, പിന്നെ ഹിന്ദി, അതൊക്കെ നമുക്കൊരു മോഡൽ നമുക്ക് കിട്ടും. എന്ത് ചെയ്യണം, ഇപ്പോൾ ബേസിക് സയൻസ് ആണെങ്കിൽ വാട്ടർ സൈക്കിൾ, അങ്ങനെ കുറേ നമുക്ക് കിട്ടും. പിന്നെ ബേസിക് സയൻസ് തന്നെ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. അതെല്ലാം ഈ ഹിന്ദിയാണ് ഏക്തോം തീ, അല്ലെ അതിൻ്റെ തന്നെ ചാർട്ട് ഉണ്ടാക്കാം, അല്ലെ പല പസിൽ പോലെ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ. മാത്സ് ആണെങ്കിലും ചാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ കണക്ക് രീതിയിൽ ചെയ്യാമല്ലോ. പക്ഷേ ഇംഗ്ലീഷ് എന്തോ ചെയ്യും എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ കുറേ ഇരുന്ന് ആലോചിച്ച് നോക്കി എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, ഞങ്ങളുടെ ക്ലാസ്സിൽ കുറേ കുട്ടികൾ ഈ റൈമിങ് വേർഡ്സ്, പാസ്റ്റ് ടെൻസ്, അങ്ങനെയൊക്കെ വരുന്ന കുറേ ഇത് ചെയ്തിട്ടുണ്ട്. റോള് അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. ഈ 2 കമ്പിയുടെ ഇടയ്ക്ക് റോള് കയറ്റിയിട്ട് ചെയ്തില്ലേ, ഒരുപോലെ വരുന്ന റൈമിങ് വേർഡ്സ് ഇങ്ങനെ കറക്കി അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഓർത്തൊരു ഡിക്ഷണറി ആയിട്ട് ചെയ്താലോ. എനിക്ക് ഡിക്ഷണറി എഴുതാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ മമ്മിയോട് ചോദിച്ചിട്ടൊക്കെയാണ് ഇത് എഴുതിയത്. 2-3 എണ്ണം മമ്മി എക്സാമ്പിൾ കാണിച്ചു തന്ന്, എയും ബിയും സി വരെ കാണിച്ചു തന്ന്. പിന്നീട് K വരെ എഴുതിയത് ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്കൊരു മോഡൽ കിട്ടി അതിൻ്റെ. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ പാർട്ട് 2 ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.